ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓരോ ഇന്ത്യക്കാരനെയും കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ഒരു കമ്പനിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. അതെ, മാരുതി സുസുക്കി. മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1970കളിലേക്ക് ഒന്ന് സഞ്ചരിക്കണം. ഒരു കാർ സ്വന്തമാക്കുക എന്നത് ലക്ഷറി ആയിരുന്ന കാലം. റോഡുകളിൽ കണ്ടിരുന്നത് ബൾക്കി ആയിട്ടുള്ള സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത അംബാസഡർ, പ്രീമിയർ പത്മിനി തുടങ്ങിയ മോഡലുകൾ. അങ്ങനെയിരിക്കെ 1981 സാധാരണക്കാരന് കൂടെ കാറുകൾ ലഭ്യമാക്കുക എന്ന ഗവൺമെന്റിന്റെ വിഷന്റെ ഭാഗമായിട്ടാണ് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഒരു വർഷത്തിനു ശേഷം സുസുക്കി മോട്ടോർ കോർപ്പറേഷന്റെ പാർട്ട്ണർഷിപ്പ് ലഭിക്കുക വഴി ജാപ്പനീസ് ടെക്നോളജികളും എക്സ്പെർട്ടൈസും ഈ ഉദ്യമത്തിന്റെ ഭാഗമായി. 1983 യഥാർത്ഥ ഗെയിം ചേഞ്ചറിന്റെ വരവ്. ദി ഐക്കോണിക് മാരുതി 800. വിലക്കുറവ്, കോമ്പാക്ട്, ഫ്യൂൽ എഫിഷ്യൻസി, ഇന്ത്യക്കാരുടെ ഇഷ്ടവാഹനമാകുവാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല 800. ഒരുപാട് ഫാമിലികൾക്ക് അവരുടെ ആദ്യ വാഹനമായി 800. ഒപ്പം ഒരുപാട് പേരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനും കാരണമായി. 1990കളിൽ ന്യൂ എക്കണോമിക് പോളിസിയുടെ വരവോടെ ഇന്ത്യൻ വാഹന വിപണിയിൽ പുതിയ അവസരങ്ങൾ കൈവന്നു. മാരുതി സുസുക്കി എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള പല മോഡലുകളും മാർക്കറ്റിൽ അവതരിപ്പിച്ചു. ദ സ്പോർട്ടി സെൻ, പ്രാക്ടിക്കൽ വാഗണാർ, എസ്റ്റീം തുടങ്ങിയ മോഡലുകളെല്ലാം ചൂടപ്പം പോലെ വിറ്റുതീർന്നു. 2000 ആയപ്പോഴേക്കും മാരുതി സുസുക്കിയുടെ തേരോട്ടമാണ് ഇന്ത്യൻ വിപണിയിൽ കാണാനായത്. ആൾട്ടോ ഹയസ്റ്റ് സെല്ലിംഗ് മോഡലായി. ഹാച്ച് ബാക്കുകളുടെ തന്നെ തലവര മാറ്റിയ സ്വിഫ്റ്റ് വന്നു. സെഡാനുകൾക്കൊരു എലഗൻസ് നൽകാൻ ഡിസയറിന് കഴിഞ്ഞു. എർട്ടിഗ വഴി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള MPVയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മാരുതിക്ക് കഴിയുമെന്ന് തെളിയിച്ചു. പുതിയ പുതിയ മോഡലുകൾ ഇറക്കുക വഴി ഇന്ത്യൻ വാഹന വിപണിയിലെ മേധാവിത്വം നിലനിർത്താൻ മാരുതിക്ക് കഴിഞ്ഞു. അതുവഴി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ് മാരുതി. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, വിശാലമായ ഡീലർഷിപ്പ് നെറ്റ്വർക്കുകൾ, 100ലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ഒരു പില്ലറായി മാറി മാരുതി സുസുക്കി. ഈ അടുത്ത കാലങ്ങളിൽ മാരുതി സുസുക്കി അവരുടെ മോഡലുകളിൽ കാലത്തിനൊത്ത മാറ്റങ്ങൾ വരുത്തി പുതുതലമുറ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈനുകളിൽ വാഹനമിറക്കാൻ ആരംഭിച്ചു. ബ്രസ, ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ മോഡലുകളിൽ എല്ലാം ഈ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ടെക്നോളജിയായ ഇലക്ട്രിക് വാഹനങ്ങളിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് മാരുതിയുടെ തീരുമാനം. ഫ്യൂച്ചർ ടെക്നോളജികൾ നൽകുന്നതിനോടൊപ്പം അവരുടെ കോർ വാല്യൂ ആയ റിലയബിലിറ്റിയും അഫോർഡബിലിറ്റിയും നിലനിർത്തി പോരാനും കഴിയുന്നിടത്താണ് മാരുതി സുസുക്കിയുടെ യഥാർത്ഥ വിജയം. മാരുതി സുസുക്കി പല ഇന്ത്യൻ ഫാമിലികൾക്കും വെറുമൊരു കാറല്ല, അവരുടെ മെമ്മറിയാണ്. ഫസ്റ്റ് ഡ്രൈവ്, ഫസ്റ്റ് കാർ, ഫസ്റ്റ് റോഡ് ട്രിപ്പ്, അങ്ങനെ പലതും. അത് നമ്മുടെ ഫാമിലി തന്നെയാണ്. സോ ലെജൻഡറി മാരുതി 800 മുതൽ പുതിയ ഇന്നോവേഷൻസ് വരെ 4 പതിറ്റാണ്ടിനു മുകളിലായി ഇന്ത്യക്കാരുടെ വാഹനമെന്ന സ്വപ്നം മാരുതി സുസുക്കി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മാരുതി മോഡൽ ഏതാണ്? കമന്റ് സെക്ഷനിൽ അറിയിക്കുമല്ലോ. Until next time, drive safe and keep exploring.